ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുവാണ്. വേറൊന്നല്ല, നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം വീട്ടിലുള്ളവർക്കാണെങ്കിൽ അവർ പഠിപ്പിക്കാനൊക്കെ ചെറിയൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഷ് കാർഡാണ് സംഭവം. ഒരു ഫ്ലാഷ് കാർഡല്ല, കുറേ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റിക്കൂട്ടനാണെങ്കിൽ താഴെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ കാല് പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അമ്മേനോട് ഓന വന്നിട്ട് എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ ഷോർട്ട് വീഡിയോയിൽ ഇടാൻ വേണ്ടിയിട്ട് വെലിങ്ങനെയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം അച്ഛൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഇത് പൊളിച്ചിട്ടാകുമ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു വയസ്സായ കുട്ടിക്ക് നമ്മുടെ ഫ്ലാഷ് കാർഡ്സൊക്കെ വാങ്ങി വെച്ചിട്ട് ഇപ്പോഴേ അതിൻ്റെ തലയിൽ ഭാരം കയറ്റി വെക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ റിക്കോർഡിന് ഇങ്ങനെ കുറച്ച് വേർഡ്സ് എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു നോക്കിയിട്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അല്ലെങ്കിൽ നമുക്കത് എടുത്ത് വെച്ചിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാലായാലും യൂസ്ഫുൾ ആണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ റിക്കൂട്ടിന് ഇത് അമ്മ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ പാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിന് ഒരു പ്ലാസ്റ്റിക് കവറും കൂടിയുണ്ട്, അതും കൂടി പൊളിക്കാട്ടോ. അപ്പം ഞാനിത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ വിചാരിച്ചു അഥവാ വല്ല കല്ലോ മരോ എല്ലാന്ന് പാർസലായിട്ട് വരുന്നെങ്കിൽ പിന്നെ വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറിക്ക് വാങ്ങിച്ചതാണ്. ചെറിയ റേറ്റേ ഉള്ളൂ, ഞാൻ റേറ്റ് ലാസ്റ്റ് പറയുന്നുണ്ട്. നല്ല യൂസ്ഫുള്ളാണ്. അപ്പം ഇത് ഓരോ കാർഡിൻ്റെയും 1 സൈഡായിട്ടല്ല ഉള്ളത്, 2 സൈഡായിട്ടാണ് സംഭവങ്ങൾ വരുന്നത്. പക്ഷെ എന്നാലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കേട്ടോ. അപ്പം ഞാനും ഇത് ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. അപ്പം പൊളിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുവാണ്. അപ്പം ഒരു സൈഡിൽ നമുക്ക് ഷേപ്പ് കാണുന്നുണ്ട്, മറ്റേ സൈഡിൽ നമ്പേഴ്സ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ബോഡി പാർട്ട് കാണുന്നുണ്ട്, അതിൻ്റെ പുറകിൽ നമ്പേഴ്സ് കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ചറവറയായിട്ടാണ് ഉള്ളത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു റിക്കോർഡിന് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അവനെന്തായാലും ഇപ്പോൾ എല്ലാ സംഭവങ്ങളും വായിലെല്ലാം ഇട്ട് കളിക്കുന്ന പ്രായമല്ലേ, അപ്പം ജസ്റ്റ് കാണിച്ചിട്ട് പറയിപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം മൊത്തത്തിൽ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണെന്നുള്ളതെന്നുള്ള കാണിച്ചു തരാം. എന്തായാലും ABCD ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഫ്രൂട്ട്സ് മാത്രം ഞാൻ ആദ്യം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് റിക്കോർഡിനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പം ഞാനതിങ്ങനെ മേശയമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ റെക്കോർഡിനെ കാണിച്ചിട്ട് നോക്കുമ്പോൾ അതിങ്ങനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പിൽ കൊണ്ട് നിൽക്കുവാന്ന്. അതിൻ്റെ ഇടയിൽ അച്ഛൻ നട്ടുച്ചൊക്കെ കുളിച്ച് പ്രാർത്ഥിക്കുന്നെല്ലാം ഉണ്ട്, അതൊന്നും ആരും മൈൻഡാക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ പാർട്സ് ഓഫ് ദ ബോഡി ഉണ്ട്, ബേർഡ്സ്, ഓരോ ആക്ഷൻസ്, പിന്നെ ആനിമൽസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്പേഴ്സ്, ലെറ്റേഴ്സ്, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ ബോക്സിൻ്റെ പുറത്ത് കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ഇതിൻ്റെ ബോക്സിൽ 500 രൂപ എന്നാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ അത്രയൊന്നും റേറ്റ് വരുന്നില്ല കേട്ടോ. പിന്നെ 70 കാർഡ്സാണ് ഉള്ളത്. അങ്ങനെ കാർഡ് പിന്നെ ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല 70 ഉണ്ടോയെന്നൊന്നും. അപ്പോൾ ഞാനിതിൽ എഴുതിയ സംഭവങ്ങളൊന്ന് വായിക്കാം. ഫ്ലാഷ് കാർഡ്സ് ആർ എക്സെപ്ഷണൽ ടൂൾ ഫോർ യുവർ ലിറ്റിൽ വൺസ് ടു ഗെറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വേൾഡ് ഓഫ് essential wisdom. It is a way for infants to begin with nurturing their observation, listening, hand-eye coordination and differentiation skills. പിന്നെന്താ, we hear it ഗുരുകാന്ത് ensure that, അതായത് ഈ സംഭവം ഉണ്ടാക്കിയാരാൻ തോന്നും ഗുരുകാന്ത്. അപ്പോൾ ഈ ഫ്ലാഷ് കാർഡ്സിലൂടെ കുട്ടിയൊക്കെ ഇതുപോലത്തെ ഒബ്സർവേഷൻ സ്കില്ല്, ഡിഫറൻഷിയേഷൻ സ്കില്ല്, പിന്നെന്താ ലിസണിങ്, ഒബ്സർവേഷൻ സ്കില്ലൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പം പിന്നെ പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ്. പിന്നെ ഫ്ലാഷ് കാർഡ്സ് മേഡപ്പ് ഓഫ് തിക്ക് കാർഡ്ബോർഡാണ് സംഭവം. അപ്പം കുട്ടിയൊക്കെ അത് മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പിന്നെ എല്ലാ സംഭവങ്ങളും വായിലിടുന്നത് കൊണ്ട് ഞാനങ്ങനെ കയ്യിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിങ്ങനെ സംഭവങ്ങൾ ഈ ഫ്രൂട്ട്സിൻ്റെയും കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ പുറകിൽ വെജിറ്റബിൾസും പിന്നെ ഈ ലെറ്റേഴ്സ് എല്ലാം കാണുന്നുണ്ട്, അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് സാധനം കാണിക്കുമ്പം റിക്കൂട്ടൻ ആപ്പിൾ ആപ്പിൾ എന്നാട്ടോ പറയുന്നത്.
അപ്പോൾ കുറച്ച് സമയം അതുകൊണ്ട് കളിച്ചിട്ട് പിന്നെ കാർഡ്സ് അവിടെ ഇവിടെ എല്ലാം ഇട്ട് കൊടുക്കുമായിരുന്നു. ആ കട്ടിൻ്റെ അടിയിലേക്ക് കൂടി താഴേക്ക് ഇട്ട് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ അവൻ്റെ പുതിയ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായില്ല, അതിൻ്റെ ടയർ പോയിട്ടുണ്ടായി. അപ്പോൾ അച്ഛൻ അതെല്ലാം ശരിയാക്കിയിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കുമ്പം ഇവൻ അത് നോക്കി ചിരിക്കുക. അങ്ങനെ ഞാൻ കാർഡ് കൊടുക്കുന്നവൻ അത് മൈൻഡാക്കാണ്ട് ഇതിൽ കളിക്കുക ചെയ്തത്. പിന്നെ ഞാൻ ആയിട്ടില്ലല്ലോ, പക്ഷേ ഇങ്ങനെ കാർഡ്സ് കൊടുത്ത് ഞാൻ പിന്നെ പ്ലം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ പറയാനുള്ള ശ്രമിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല, പിന്നെ എക്സാം അല്ലായിരുന്നു. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ നടുക്കിടക്ക് ഒരു കുഞ്ഞിച്ചക്കൻ്റെ ഒച്ച വെക്കുന്നുണ്ട്. നമ്മൾ ഇഷ്യൂ ആണേ. അപ്പോൾ അവനും നമ്മൾ റിക്കോർഡും കൂടി താഴെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആക്ച്വലി വീഡിയോ എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇത് എൻ്റെ വീട്ടിൽ വന്നിട്ടാണേ. അപ്പം നമ്മൾ ടൊമാറ്റോ നേരിട്ട് കാണുമ്പോൾ റിക്കോർഡൻ ടോട്ടോ എന്ന് പറയും. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടില്ലേ, അപ്പം ഞാനത് കാണിച്ചു കൊടുക്കുന്നതാണ്. ഓൻ മൈൻഡ് ആക്കാണ്ട് അച്ഛൻ കാർ ഓടിക്കുന്നത് നോക്കിയേക്കുമായിരുന്നു കേട്ടോ. ആപ്പിൾ അല്ല ഇത് ടൊമാറ്റോ. ടോട്ടോ പറ. കണ്ടില്ലേ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 211 രൂപയാണേ. അപ്പം എത്രാം തീയതിയായിരുന്നു ഞാൻ ഓർഡർ ആക്കിയത്, അത് ഞാനിത് കാണിക്കുന്നുണ്ട്. ഡിസംബർ 4 ഞാൻ ഓർഡർ കൊടുത്തത്, 9 തീയതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഇതിലെന്തൊക്കെയുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മളെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് നമ്മളെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഖത്തറിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഫോണിക്സ് വെച്ചിട്ട് കുട്ടികൾക്ക് സൗണ്ട് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ജസ്റ്റ് വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലല്ല, പിന്നെ വരുന്ന വീഡിയോസിലെല്ലാം ഞാനിങ്ങനെ എനിക്ക് പറ്റുന്ന സമയമുള്ളതുപോലെ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കളെല്ലാം ഉള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പിന്നെ നമ്മളെല്ലാ ഫ്രൂട്ട്സും എല്ലാ വെജിറ്റബിൾസും അത് മൊത്തത്തിലെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേങ്കിൽ അത്യാവശ്യം കുറച്ച് സംഭവങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.